10:25 മുതൽ 37 വരെയുള്ള വേദഭാഗത്തിൽ കർത്താവായ യേശുക്രിസ്തു നല്ല ശമര്യക്കാരൻ്റെ കഥയിലൂടെ യഥാർത്ഥ സ്നേഹവും കരുണയും പഠിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന ഈ തലമുറയിൽ എപ്പിഗ്നോസിസ് എന്നാൽ ആത്മീയ വെളിപാടും യഥാർത്ഥ തിരിച്ചറിവും സത്യത്തെ ആഴത്തിൽ അറിയുവാനുള്ള കഴിവ് കുറവായ ഒരു തലമുറയിലാണ്. ഇന്ന് ആളുകൾ വേദന കാണുമ്പോൾ സഹായിക്കുന്നതിനേക്കാൾ സ്ക്രോൾ ചെയ്ത് കടന്നു പോകുന്നു. അപകടം കാണുമ്പോൾ സഹായിക്കുന്നതിനേക്കാൾ വീഡിയോ എടുക്കുന്നു. ഞാൻ നിനക്കായി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് പിന്നീട് മറന്നു പോകുന്നു. അപ്പോൾ നല്ല ശമര്യക്കാരൻ്റെ കഥ ഇന്നത്തെ തലമുറയിൽ കണ്ടാൽ എന്താവും? ആരെങ്കിലും നിർത്തി സഹായിക്കുമോ? സോഷ്യൽ മീഡിയ സഹായിക്കുമോ? അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണോ യഥാർത്ഥ സ്നേഹം കാണിക്കുന്നത്? ഇപ്പോൾ അവതരിപ്പിക്കുന്നു നല്ല ശമര്യക്കാരൻ ഈ തലമുറയിൽ. മഞ്ഞാടി ജംഗ്ഷനിൽ നടക്കുന്ന കാഴ്ചകൾ. കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഇപ്പോഴാവുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാവുന്നു സുപ്രഭാത സമയം. ഓ, അയാളുടെ ഒരു ഭക്തി. അതെ അതെ അതെ. അങ്ങനെ എന്തായി പറയുന്നത്? എന്ത് അങ്ങനെ വട്ടാണോ? ഇത് കുറെ നാളായി കൊണ്ടിരിക്കുന്നു. ആരും ഇത് കേൾക്കുന്നുമില്ല, പറയുന്നുമില്ല. ആര് മാനസാന്തരവും വരും. വലിയ പാസ്റ്ററാണ് പോലും. അതെ, നമ്മുടെ ചിഹ്നം പേരയ്ക്കാണേ. എല്ലാവരും വോട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാ ആവശ്യവും ഞാൻ നിറവേറ്റി തരാം. ചേച്ചിയെ, നമ്മുടെ ചിഹ്നം തത്ത. തത്തയെ തന്നെ കുത്തണേ. തത്തയെ കുത്തിയ നാട് പച്ച പിടിക്കും. ചേച്ചിയെ, നമ്മുടെ ചിഹ്നം തത്തയാണേ. നമുക്ക് തന്നെയല്ലേ വോട്ട്. എന്തൊക്കെ വാഗ്ദാനങ്ങളാണോ എൻ്റെ കർത്താവേ! ഇതൊക്കെ എപ്പോൾ പ്രാവർത്തികമാകാനാ ദൈവത്തിനറിയാം. ഓ, എന്തൊക്കെ വാഗ്ദാനങ്ങളാ! കഴിഞ്ഞ ഓണത്തിൽ നിന്ന് ഒരു മാറ്റം പോലും ഇല്ല. സത്യം, ഇതൊക്കെ നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. അതെ പാസ്റ്ററെ, നമ്മുടെ പാർട്ടി കമ്മിറ്റി മീറ്റിംഗ് ഇന്ന് വൈകിട്ടുണ്ടേ, വരണം മറക്കല്ലേ. എടാ, ഇങ്ങനല്ലേ ഇത്ര നേരം ഇവിടെ നിന്ന് വലിയ വിശുദ്ധി പറഞ്ഞ്, എന്നിട്ട് പാർട്ടി കമ്മിറ്റിയിലൊക്കെ പോകുമോ? എടാ, ഇതൊക്കെ വെറും ഷോ. പാർട്ടി മീറ്റിംഗിൽ മാത്രമല്ല, പലയിടത്തും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇയാൾ കുറെ നാളായല്ലോ പ്രസംഗിക്കാനൊക്കെ തുടങ്ങിയിട്ട്, എന്നിട്ട് ഒരു ഗുണവും ഇല്ലല്ലോ. സഹോദരങ്ങളെ, ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്ന പോലെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. അയ്യോ, താൻ വലിയ വിശുദ്ധി ഒന്നും ഇറക്കണ്ട. തൻ്റെ യഥാർത്ഥ ജീവിതം നമുക്കൊക്കെ അറിയാം. താനൊന്ന് പോടോ, ഇവിടെ ബാക്കി കളി കിടക്കുക. പോ പോ. എടാ, എനിക്ക് ഈ ജീവിതം മടുത്തടാ. ഈ കുടി കാരണം വീട്ടിലെന്നും പ്രശ്നമാടാ. ഓ, നിനക്കും മാനസാന്തരം വന്നോടെ. എന്നാ നീ ചെല്ലടാ, അങ്ങാരോടെ പോയി കൈകൊട്ടി നിൽക്കുക. ചെല്ലു നീ. അങ്ങേരുടെ പുറകെ മൈക്ക് സെറ്റ് പൊക്കിക്കൊണ്ട് നടന്നു. എടാ, നീയൊക്കെ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ കുടുംബം വലുത്. വരിക സഹോദര, യേശുവിനെ സ്നേഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനല്ലാതെ നീ രക്ഷ പ്രാപിക്കുകയില്ല. വരുവീനി നല്ല സമയം, വേദവാക്കാതെ എന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം, വേദവാക്കാതെ എന്നെ യേശു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ. നമ്മളുടെ ഇപ്പൊ മഞ്ചാടി ജംഗ്ഷനിൽ നിൽക്കുവാണ്. ഇവിടെ കുറെ ലോക്കൽ പീപ്പിൾസ് ഉണ്ട്. ഓ മൈ ഗോഡ്, ഞാൻ ഒരു മാസം US പോയി വന്നപ്പോഴേക്കും ഇവിടുത്തെ ലുക്കൊക്കെ എല്ലാം പോയി. എന്തോ ഹോട്ടാണ് ഇവിടെ. ഓ മൈ ഗോഡ് ഗൈസ്, ദേ ഇവിടെ ഒരു ഡ്യൂട്ട് ഒരു സോങ് സിംഗ് ചെയ്യുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. ഇത് അറിയാവുന്നവർ കമന്റ് ബിലോ. ഓക്കേ ബ്രോയുടെ സോങ് ഒരു ലിറ്റായിരുന്നു. ലൈക്ക് മെയിൻ ക്യാരക്ടർ എനർജി. ബ്രോയുടെ ഒറ്റ സോങ്ങിൽ ഞാനൊരു സ്റ്റാൻ ആയി. സഹോദര, മലയാളത്തിനായിട്ട് ഒന്ന് അമർത്തുന്നു. ബ്രോ ഇപ്പോഴും 90s
ഗായ്സ്, ബ്രോ ഇപ്പോഴും 1997-ൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ജീവിക്കുന്നത്. ഈ മൊണ്ണ ഏതാ? എടാ 1957 സ്വാതന്ത്ര്യം കിട്ടിയത്. ഹോ, ഈ മണ്ടന്മാരെ കൊണ്ട്. എടാ 1937 കർത്താവേ, നീ കുട്ടികൾക്ക് ബുദ്ധി നൽകണമേ. അങ്ങയുടെ കൃപ എപ്പോഴും കൂടെ ഉണ്ടാകണമേ. ആമേൻ. ഇതൊക്കെ നാട്ടിൽ നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് സമ്പന്ന ലോകത്തെ പ്രശസ്തി ആർജിച്ച GH ഗ്രൂപ്പ്സിന്റെ മേധാവി ജോർജ് ഹോനായി നാട്ടിലേക്ക് കടന്നു വരുന്നു. തൻ്റെ ബിസിനസ് സംബന്ധമായ വലിയൊരു ഇടപാടിനു വേണ്ടിയാണ് തൻ്റെ ഈ വരവ്. തിരക്കേറിയ ജീവിതത്തിന് നടുവിൽ താൻ തൻ്റെ ആത്മീയ ജീവിതം പാളിപ്പോകുന്നത് തിരിച്ചറിയാൻ കഴിയാതെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെട്ടു പോവുകയും തനിക്ക് പിന്നീട് സംഭവിക്കുന്നത് എന്ത് എന്ന് നമുക്ക് കാണാം. സഭയിലെ പാസ്റ്റർ ആണല്ലോ, എടുക്കണോ? അല്ല എടുത്തേക്കാം, ഇല്ല ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹലോ പാസ്റ്ററേ. പ്രൈസ് ദി ലോർഡ് ജോർജായ. ആ പ്രൈസ് ലോർഡ് പാസ്റ്ററേ. എന്നോണ്ട ചായ വിശേഷം? ആ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു. എന്നാച്ചാ നാട്ടിലെത്തിയേ? ആ അതൊരു 2 ആഴ്ച ആയതുള്ളൂ പാസ്റ്ററേ. ഓ, അപ്പൊ എന്നാ സഭായോഗത്തിനൊന്നും കാണാഞ്ഞേ? ആ അത് പിന്നെ, ഓ പാസ്റ്ററേ എന്നാ പറയാനാ, ഇച്ചിരി തിരക്കായിപ്പോയി. നമ്മുടെ തെക്കേടത്തെ ജെയിംസ് ചായൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞേ. ഓ തിരക്കുകളുടെ നടുവിൽ ദൈവത്തെ അങ്ങ് മറന്നുപോയോ അച്ചാ? എന്തായാലും അച്ചായ, ഞാൻ വിളിച്ച കാര്യം വളച്ചുകെട്ടില്ലാതെ അങ്ങ് പറഞ്ഞേക്കാം. നമ്മുടെ സഭയുടെ കുറച്ച് ആവശ്യങ്ങൾ പറയാനാ ഞാൻ വിളിച്ചേ. നമ്മുടെ ചർച്ച് ഒന്ന് റിനോവേറ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ അതൊന്ന് എയർ കണ്ടീഷൻ ചെയ്യണം, സൗണ്ട് സിസ്റ്റം നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിനു വേണ്ടിയുള്ള സാമ്പത്തികമായ സഹായം അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് പറയാനാ അച്ഛാ ഞാൻ വിളിച്ചേ. അത് പിന്നെ പാസ്റ്ററേ, ഞാൻ ഇച്ചിരി ടൈറ്റിലാ. പാസ്റ്ററിന് അറിയാലോ എനിക്ക് അങ്ങ് ദുബായിൽ ഒരു 4-5 ബ്രാഞ്ച് ഉണ്ടെന്ന്. അതിങ്ങ് ഇന്ത്യയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ബ്രാഞ്ച് ഇങ്ങ് കേരളത്തിൽ തന്നെ തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ പാസ്റ്ററിന് അറിയാലോ എൻ്റെ അവസ്ഥ. ഓക്കെ അച്ഛാ, എങ്ങനെയാന്ന് വെച്ചാ അച്ഛാ യുക്തമായിട്ട് ചെയ്യേ. ഓക്കെ. പാസ്റ്ററേ, ഞാൻ ഇപ്പോൾ വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. ഓക്കെ വെക്കുക. ഓ എന്ത് ടയറിങ് ആണ് ഈ ലൈഫ്. മടുത്തു. മമ്മ വന്നു. എനിക്കൊരു കോഫി എടുക്കാമോ? ഭയങ്കര ഹെഡേക്ക്. ഷുവർ. പിന്നെ മോനെ, പാസ്റ്റർ മോനെ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു. മമ്മ ഇന്ന് കോഫി എടുത്തേ. ഓ ഇതിനിപ്പോ ആരാ? ഓർമ്മ കഴിഞ്ഞോളൂ. അടുത്തത്. ഹലോ അച്ചായ, ഞാനാ SFCയുടെ സ്ഥാനാർത്ഥി. മനസ്സിലായി, പറഞ്ഞോ. അച്ചായ, നമ്മുടെ ഇലക്ഷൻ ഇങ്ങനെ അടുത്ത് വന്നു. അപ്പൊ എങ്ങനെ കാര്യങ്ങള്? നീ കാര്യങ്ങളൊന്നും ഫോണിൽ പറയണ്ട. ഒരു 5 മണിയാകുമ്പോഴേക്കും മറ്റേ ശശിജായനില്ലേ, പുള്ളിയുടെ പറമ്പിന്റെ പടിഞ്ഞാറോട്ട് വാ. അവിടെ വെച്ച് നമുക്ക് കാണാം. എനിക്കില്ലേ വേറൊരു കോൾ വരുന്നു, വെക്കുവാണേ. എന്നാ ഓക്കെ അച്ഛാ. ഇതിനി ഏതവനാണാവോ? ഹലോ, ഇതാരാ? അച്ചായോ, നമ്മളെയൊക്കെ ഓർമ്മയുണ്ടോ? ഞാനാ CM-ന്റെ പുതിയ സ്ഥാനാർത്ഥി. നമുക്ക് തന്നെയല്ലേ വോട്ട്? അതൊക്കെ ആലോചിക്കാം. അയ്യോ, അങ്ങനെ പറയല്ലേ അച്ചായ. അച്ചായൻ്റെ വോട്ട് വിലപ്പെട്ടതാ. അതുപോലെ തന്നെ അല്പം സഹായമൊക്കെ. നോക്കാം. എന്നാ ഞാൻ വീട്ടിലോട്ട് വരട്ടെ? അല്ല, വീട്ടിലോട്ട് വരണ്ട. ഞാൻ വേറൊരു വരിക്ക് പോവാം. ഒരു 5:30 കഴിയുമ്പോൾ ശശിജായന്റെ പറമ്പിന്റെ കിഴക്കേടത്തോട്ട് വാ. ശരി അച്ചായ. മോനെ, നമ്മുടെ സഭയിലെ കാര്യം എങ്ങനാ? ഒന്ന് പോയിക്കാം അമ്മ. എനിക്കിപ്പോ വേറെ കുറെ ഇടപാടുകൾ തീർക്കാനുണ്ട്. സഭയുടെ കാര്യമൊക്കെ പിന്നെ ചിന്തിക്കുക. ദൈവത്തെ മറന്ന് ജഡിക ജീവിതം നയിക്കുന്ന ജോർജ് ഹോനായി പ്രശസ്തിക്കും മാന്യതയ്ക്കും വേണ്ടി തനിക്ക് ചേരാത്ത പലവിധം ഇടപാടുകൾ നടത്താൻ വേണ്ടി വഴിതിരിഞ്ഞുപോയി. അങ്ങനെ ദൈവഹിതം വിട്ടുപോയ അദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്തെന്ന് നമുക്ക് കണ്ടറിയാം. അയ്യോ, ഇത് എവിടുന്നാടാ? ക്ലാസ് സാധനം. ഇത് പട്ടാളത്തിന്റെയാ. എന്തേലും ആവട്ടെ, പെട്ടെന്ന് എടുക്ക്, കൈ തരിക്കുന്നു. അതെ, നമ്മുടെ കൂടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, ആ ഡി-അഡിക്ഷൻ സെന്ററിൽ പോയവൻ. അവൻ ഈ ക്ലാസ് സാധനം അടിക്കാൻ ഒരു ഭാഗ്യവും ഇല്ലാതെ പോയി.
എടാ അവൻ ഇറങ്ങിയെന്ന് തോന്നുന്നു. അവൻ നന്നായെന്നോ അവനെ ആരോണ്ട് കണ്ടെന്നോ കേൾക്കുന്നു. അതെന്തേലും ആവട്ടെ. ഓ ഈ SFC-കാരൻ എന്ത് ചെയ്യും? ആ ഹലോ അച്ഛാ, ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. എടോ താൻ എവിടെ എടോ? ഞാൻ ജംഗ്ഷനിൽ തന്നെ ഉണ്ട്, ഇപ്പം എത്തും. ഞാൻ എത്ര നേരം കൊണ്ട് ഇവിടെ നിൽക്കുക? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ദേ എത്തി അച്ഛാ. എടാ എടാ അങ്ങോട്ട് നോക്കിക്കേ, ആരാ അത്? എടാ ഇത് മറ്റേ ജോർജ് ചേട്ടനല്ലയോ? ഭയങ്കര ബിസിനസ്മാനാ, നീ കോടീശ്വരനല്ലയോ? ഇവനെ അങ്ങ് തൂക്കിയാലോ? ഞാനൊന്ന് പോയി ചുറ്റി നോക്കിയിട്ട് വരാം. ആരാ ആരാ? എന്താ നിങ്ങൾക്ക് വേണ്ടേ? അയ്യോ അയ്യോ, നിങ്ങളൊക്കെ ആരാ? എന്തോ വേണ്ടേ? അയ്യോ അടിക്കല്ലേ, നാട്ടുകാരെ ഓടി വരണേ. ആരാ അവിടെ? ആരാണെന്ന്? അതിന് നീ ഏതാടാ? എടാ എടാ ആ ബാഗ് എടുത്ത് നോക്കടാ. എടാ പൂത്ത കാശാടാ. എടുത്തോണ്ട് ഓടാം, വാ പെട്ടെന്ന്. ഇതാരാ ഇവിടെ കിടക്കുന്നേ? അടിച്ച് പൂസായി കിടക്കുവാന്നല്ലോ. ഇങ്ങനെയൊക്കെ ഉള്ളത് എന്ന് നന്നാവാനാന്നോ? അയ്യോ, അന്നേരം ഓടിയത് നന്നായി, ഇല്ല എനിക്കും കിട്ടിയേനെ. ഹല്ലേലൂയ. പണ്ടാരം പൈസയും പോയി, അങ്ങനെയും കാഞ്ഞെന്നാ തോന്നുന്നേ. ഇവിടെ ഒരാൾ ലൈ ചെയ്യുന്നു. ആൾ ഫിറ്റ് ആണ് ഗായ്സ്. കിടക്കുന്ന കിടപ്പ് കണ്ടോ ഗായ്സ്? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഗായ്സ്. ഓ എൻ്റെ ജീവിതം തിരിച്ചു കിട്ടി. ഇനിയെങ്കിലും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് ജീവിക്കണം. അയ്യോ ഇതാരാ ഇവിടെ കിടക്കുന്നേ? അയ്യോ ഇതാ ജോർജ് അച്ചായനല്ലേ? അച്ചായൻ എന്ത് പറ്റി? അച്ചായ അച്ചായ. അയ്യോ എൻ്റെ കാശ്. എന്താ പറ്റിയേ? എന്നെ അടിക്കല്ലേ. ആരാ? അയ്യോ അച്ചായ, അച്ചായൻ എന്ത് പറ്റി? പയ്യേ ആശുപത്രി കൊണ്ടോണേ. ആരും ഇവിടെ ഇല്ലേ? ഒന്ന് സഹായിക്കണേ. ആരെല്ലോ ഒന്ന് വരണേ, നാട്ടുകാരെ. ചേട്ടാ ഒന്ന് വന്ന് സഹായിക്കാവോ? കഷ്ടമുണ്ട് ചേട്ടാ, ഒന്ന് വരാവോ? എല്ലാവർക്കും ഇങ്ങനെ നോക്കിയിരിക്കാൻ മാത്രം അറിയാം, ആർക്കും ഒരു മനസാക്ഷിയില്ല. എൻ്റെ ഇപ്പൊ പൈസ ഇല്ല, താങ്കളെ വിട്ടിട്ട് പോവാനും മനസ്സില്ല. എന്താ ഇപ്പൊ ചെയ്യാ? തൽക്കാലം അച്ചായനെ ഞാനിപ്പം അടുത്തൊരു ക്ലിനിക്കിലോട്ടാക്കാം. എപ്പിഗ്നോസിസ് എന്നത് വെറും അറിവല്ല, ജീവിതത്തെ മാറ്റുന്ന സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. നമുക്ക് സ്നേഹത്തെക്കുറിച്ചറിയാം, കരുണയെക്കുറിച്ച് സംസാരിക്കാം, പോസ്റ്ററുകളിടാം. എന്നാൽ ആ അറിവൊക്കെ പ്രവൃത്തിയാകുമ്പോഴാണ് യഥാർത്ഥ എപ്പിഗ്നോസിസ് ആകുന്നത്. ദൈവവചനം കേൾക്കുന്നതോ അതിനെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നതോ മാത്രമല്ല ക്രിസ്തീയത. ദൈവത്തെ അറിയാമെന്നും ദൈവസ്നേഹം ഉണ്ട് എന്ന് പറയുന്നതും എളുപ്പമാണ്. എന്നാൽ അത് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട്. നമ്മൾ അറിയുന്ന സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഈ തലമുറയിൽ കാഴ്ചക്കാരധികം വേണ്ട, മനുഷ്യരെ കാണുന്ന കണ്ണുകൾ വേണം. നിർത്തി സഹായിക്കുന്ന ഹൃദയം വേണം. അറിവ് പ്രവൃത്തിയാകുമ്പോൾ അത് എപ്പിഗ്നോസിസായി മാറുന്നു.